പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ വന്ദനം പറയുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സാജു ബ്രദർ, പാസ്റ്റർ, അതുപോലെ എല്ലാ എൽഡേഴ്സ്, എല്ലാ ദൈവമക്കള്, നാട്ടിൽ നിന്ന് അതുപോലെ ഇവിടുന്നൊക്കെയും ഉള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന വചന വേദഭാഗങ്ങളെക്കുറിച്ച് സാജുബായി ഇപ്പോൾ പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് നമ്മുടെ ജീവിതത്തിലാകുവാൻ വേണ്ടി എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമേ എന്ന് വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, അപേക്ഷിക്കുന്നു. നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ അത് നമ്മുടെ ആകണമെങ്കിൽ, അത് അവയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ അത് നമ്മുടെ ആവത്തില്ല. നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നേ ഉള്ളൂ. അതായത് ഈ ദൈവം വാതിൽക്കൽ നിന്ന് മുട്ടുകയുള്ളൂ. വാതിൽ തുറക്കുക എന്നുള്ളത് നമ്മുടെയാണ്. ഹല്ലേലൂയ. ആ എമ്മൗസിലോട്ട് പോകുന്ന ശിഷ്യന്മാര് അത്രയും കാര്യങ്ങൾ യേശു അവരുടെ കൂടെ നടന്ന് പഠിപ്പിച്ചിട്ട് ആ വീട് അടുക്കാറായപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. പക്ഷേ നമ്മൾ അവിടെ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് അവര് പക്ഷേ ആ യേശുവിനെ നിർബന്ധിച്ച് അവരുടെ വീട്ടിലോട്ട് ക്ഷണിച്ചു. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ ഒരു വചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ ആകുന്നില്ല. ദൈവം ഒരു ഇൻഫർമേഷൻ പറയുന്നതേ ഉള്ളൂ. പക്ഷേ ആ കേട്ട വചനം, ഈ വചനത്തിന്റെ സത്യം, അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാക്കി എന്നെ തീർക്കണമേ ദൈവമേ എന്ന് ആവശ്യബോധത്തോടെ, എന്നെ ഇപ്പോൾ മുതൽ തീർക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുതൽ തീർക്കേണ്ട അല്ലെങ്കിൽ ഒറ്റയടിക്ക് മാറ്റേണ്ട സാധനങ്ങളെ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് അത് ഇംപ്ലിമെന്റ് ആകേണ്ട സാധനങ്ങളെ അപ്പോൾ തന്നെ ദൈവം ഇംപ്ലിമെന്റ് ആക്കും. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കണത്. ഐ എം നോട്ട് സെയിങ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് പ്രയർ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ, ബട്ട് ഫോർ സം ടൈം, അതായത് എക്സ്പെഷ്യലി ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഗിഫ്റ്റ് ഓഫ് സ്പിരിറ്റിന്റെ അല്ലെങ്കിൽ ചില ഗിഫ്റ്റ് ആയിരിക്കും, ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് ആയിരിക്കും ദൈവം ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു കാര്യത്തിന് ആവശ്യം ഒരു ഗിഫ്റ്റ് ആയിരിക്കും, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഗിഫ്റ്റാണ്. ഫോർ എക്സാമ്പിൾ വിശ്വാസം, അതൊരു ഗിഫ്റ്റാണ്. ഒരു മൊമെന്റിൽ ദൈവം തന്നതാ. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള രോഗസൗഖ്യം, അതൊരു മൊമെന്റിൽ ദൈവം റിലീസായത് തന്നെയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു മൊമെന്റിൽ ദൈവം കിട്ടുന്ന. അപ്പൊ നമ്മുടെ ഒരു പ്രാർത്ഥന, ഒരു പ്രാവശ്യത്തെ ഒരു പെറ്റീഷൻ, ആ ഒരു പെറ്റീഷൻ ചിലപ്പോൾ നമ്മുടെ അതുവരെയുള്ള പ്രശ്നങ്ങൾ മാറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഒരു സിസ്റ്റത്തിലാണ് ദൈവം അത് ഇംപ്ലിമെന്റ് ആക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അത് സ്പിരിച്വലി ഒറ്റയടിക്ക് വരുന്നതാണ്. മിക്കവാറും ഒത്തിരി സാധനങ്ങളുണ്ട് അങ്ങനെ. അതല്ലാത്ത സാധനങ്ങളും ഉണ്ട്. അതായത് നമ്മളെ ഒരു വേറൊരു രീതിയിൽ ഡിസിപ്ലിൻ ചെയ്ത് പഠിപ്പിച്ച് വരുന്ന സാധനങ്ങൾ, അതായത് സ്പിരിച്വൽ ആയിട്ടല്ലാതെ അതിൻ്റെ വേറെ ചില കാര്യങ്ങൾ ഡിസിപ്ലിനിലൂടെ കിട്ടുന്ന സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ സ്പിരിച്വലി തന്നെ ഒറ്റ മൊമെന്റിൽ കിട്ടും. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു കെട്ട് പൊട്ടണം, അല്ലെങ്കിൽ ഒരു സാത്താൻ അതുവരെ പിടിച്ചിരിക്കുന്ന ഒരു 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 പ്രത്യേകമായ ഒരു സംഭവം ഉണ്ട്, അത് പൊട്ടണം. അതൊക്കെ ഒരു മൊമെന്റിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതുവക കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥമായി വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം അത് നടത്തി നൽകുന്നത്, അത് ഇംപ്ലിമെന്റ് ആകുന്നത് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അപ്പൊ ഇതിനൊക്കെ പ്രാർത്ഥന അത്യാവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനങ്ങൾ ശ്രദ്ധിക്കണമേ. നമ്മൾ ആദ്യം പരീക്ഷ എന്നുള്ളൊരു പോർഷൻ കേട്ടു. അപ്പൊ ആ പരീക്ഷയുടെ ഒരു മെയിനായിട്ടുള്ള എസൻസ് എന്ന് പറഞ്ഞാൽ, പരീക്ഷ നമ്മൾ ശരിക്കും കുറച്ച് സിലബസ് ഒക്കെ പഠിപ്പിച്ചിട്ട്, ദൈവത്തിന്റെ സിസ്റ്റം ഒക്കെ പഠിപ്പിച്ചിട്ട്, ഇവന്റെ ഒരു നമ്മളെ ക്വാളിഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചില അടുത്ത ലെവലിലോട്ടൊന്ന് പ്രൊമോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ദൈവം ഒരു പ്രത്യേകമായ പരീക്ഷ ചിലപ്പോൾ അനുവദിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോണേ, നമ്മളെ അതുവരെ
ഇതുവരെ പഠിപ്പിച്ച ആ സ്പിരിച്വൽ ട്രൂത്ത്, അപ്പോൾ അങ്ങനെ ആ സ്പിരിച്വൽ ട്രൂത്തിലും ആ സ്പിരിച്വൽ പവറിലും ആ സ്പിരിച്വൽ നോളജിലും അതിനെ ഓവർകം ചെയ്യേണ്ടതുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ദൈവം ഒന്ന് ഇച്ചിരി ഒന്ന് മാറി നിൽക്കും, ഹല്ലേലൂയ. പക്ഷെ എന്നാലും അത് ജയിക്കണം. അപ്പോൾ തന്നെ ഞാൻ പഠിപ്പിച്ചായിരുന്നു, നമ്മൾ പ്രിപ്പയർഡ് അല്ലാതെ, അതായത് പ്രാർത്ഥിക്കാതെ, നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ഒരു ബോധേടും അല്ലാതെ പരീക്ഷയിൽ അകപ്പെടരുതരുതേ എന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു പ്രിപ്പറേഷനും കൂടാതെ പരീക്ഷയിലായി പോകും. അതായത് ഒരു ഒരു കുട്ടി പരീക്ഷ ഒട്ടും പ്രിപ്പയർ അല്ലാതെ ചെയ്യുമ്പോൾ അവൻ തോറ്റുപോകുന്നത് പോലെ നമ്മളത് ഈസിയായി തോറ്റുപോകും. അപ്പോൾ ശരിക്കും ദൈവം പരീക്ഷയിൽ അകപ്പെടുവാൻ അല്ലെങ്കിൽ പരീക്ഷയിൽ പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളെ ശരിക്കും എക്യുപ്പ് ചെയ്ത് പഠിപ്പിച്ചിട്ട് ദൈവത്തിന്റെ സിസ്റ്റം അനുസരിച്ച് എംപവർ ചെയ്തിട്ടേ വിടുകയുള്ളൂ. ആ സമയത്ത് ദൈവം ജസ്റ്റ് നമ്മളെ ഒന്ന് നോക്കും, വാച്ച് ചെയ്യും. അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ, യേശുവിന്റെ പരീക്ഷയിലൂടെ ഒക്കെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില തടവിന്റെ അവസ്ഥ ഉണ്ട്. ആ തടവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ആ തടവ് പല രീതിയിലും വരാം. നമ്മൾ ഏതെങ്കിലും ഒരു പാപം ചെയ്തിട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടൊരു തടവ് വരാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തി നമ്മൾക്ക് എതിരായി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അതും പ്രത്യേകിച്ച് ഒരു ദൈവവൈദ്യലിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്തിട്ട് ആ വ്യക്തി ആ ദൈവത്തോട് അപേക്ഷിച്ച് അല്ലെങ്കിൽ വിഷമം പറഞ്ഞാൽ ദൈവം, നീതിമാനായ ദൈവം അവിടെ പ്രതിക്രിയ നടത്തി ചിലപ്പോൾ നമ്മളെ പിടിച്ച് തടവിലാക്കേണ്ട അവസ്ഥയിലൊക്കെ വരും. ഇനി അതൊന്നും അല്ലാതെ ദൈവത്തിന്റെ പദ്ധതി ഒന്ന് ഇംപ്ലിമെന്റ് ആയി തീരുവാൻ വേണ്ടി നമ്മളെ, അല്ലെങ്കിൽ ഒരു മുട്ട അത് ഇങ്ങനെ ഈ കോഴി അത് അടയിരുന്ന് അതൊരു വിരിയാൻ പാകത്തിന് കുറച്ച് സമയങ്ങൾ ഒരു പ്രത്യേകമായ ഒരു തലത്തിലൂടെ കടന്നു പോകേണ്ടതുപോലെ നമ്മൾ ചില തടവിന്റെ അവസ്ഥയിൽ ആയി തീർന്നിട്ട് ആ സമയത്ത് ദൈവം പല കാര്യങ്ങളെ നമ്മളെ പഠിപ്പിച്ച് എംപവർ ചെയ്തിട്ട് ഒരു പർട്ടിക്കുലറായിട്ടൊരു സന്ദർഭം വരെയും ഒരു തടവിന്റെ അവസ്ഥയിലായിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം വളരെ ഡീറ്റെയിൽ ആയിട്ട് യോസഫിന്റെ ജീവിതത്തിലൂടെ നമ്മൾ പഠിച്ചായിരുന്നു. ഹല്ലേലൂയ. അപ്പോ ആ അവസ്ഥയിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമേ. ഞാൻ പറഞ്ഞു, ഈ ബൈബിളിന്റെ സിസ്റ്റം ഒക്കെ നമ്മൾ പഠിക്കുന്നത് വളരെ പെരിഫറൽ ലെവലിലാണ്. പക്ഷെ നമ്മൾ ഓരോ കാര്യം ഡീപ്പായിട്ട് ഇറങ്ങി ചെന്ന് പഠിക്കുമ്പോൾ അതിനകത്ത് പല പല സബ് സെഗ്മെന്റ്സ്, പല കാറ്റഗറീസ് ഒക്കെ കാണും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാനിപ്പം തന്നെ പറഞ്ഞത്, ഇപ്പൊ മോശ 40 വർഷം ഇത്രോബിന്റെ ആടുകളെ മേയ്ക്കേണ്ടി വന്നു. മോശ 40 വർഷം ഇസ്രായേലിൽ ആയിട്ട് മോശ പഠിച്ച മോശയുടെ നോളജ്, മോശയുടേതായ ടെക്നോളജി ഉപയോഗിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അത് അട്ടർ ഫെയിലിയറുമായി. അവൻ ഒരാളെ കൊന്നിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അതിനകത്ത് തന്നെ പറയാം. അപ്പം നമ്മുടെ ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു തടവിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, മോശ ഒരു 40 വർഷമാണ് മരുഭൂമിയിൽ വെറും ആടുകളെ മേയിക്കുന്ന അവസ്ഥയിലോട്ടായി പോയത്. അതായത് ഒരു വ്യക്തി ആ രാജ്യത്തെ ഏറ്റവും പ്രിൻസായ, ഏറ്റവും ടോപ്പായ വിദ്യാഭ്യാസം കിട്ടിയ, മിസ്രൈമിന്റെ സകല ജ്ഞാനവും പഠിച്ച, സകല PhD അല്ലെങ്കിൽ അന്ന് അവൈലബിൾ ആയ സകല ടോപ്പ് നോളജ് ഉള്ള ഈ മോശ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ വെറും ഒരു ആട്ടിടയനായിട്ട് 40 വർഷം, 1-2 ആണോ, 40 വർഷം തടവിന്റെ അവസ്ഥയിലായി. ഞാൻ അത് പറയാനല്ല വന്നത്, അത് നമുക്ക് കഴിഞ്ഞ ആഴ്ച കാലം ഡീറ്റെയിൽ ആയിട്ട് കേട്ടു. ഇനി അതിനകത്തൊരു സബ് സെഗ്മെന്റ് ഞാൻ പറയാം. ഈ മോശ ഒരു മിസ്രൈമിനെ കൊന്നു. മിസ്രൈമിനെ കൊല്ലുന്നത് പാപമല്ലേ? ആ പാപം കൊണ്ടാണോ മോശ 40 വർഷം തടവിലായി പോയത്? ഞാനൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഈ ദാനിയേലിന്റെ പുസ്തകത്തില് ഒരു പദമുണ്ട്, ദൈവം എല്ലാം ചെയ്യുന്നത് നീതിയായിട്ട് ചെയ്യുന്നത്. ഫ്രം ഗോഡ്സ് പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ഫ്രം ഗോഡ്സ് സൈഡ് നോബഡി ക്യാൻ ബ്ലെയിം ഗോഡ് ആക്ച്വലി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം വരുവാണെങ്കിലും ദൈവത്തിന്റെ ഭാഗത്ത്, ദൈവം നീതിമാനാകാൻ ഭാഗത്തിന് ദൈവം കാര്യം ചെയ്തിട്ടുണ്ടാവും. അതായത് വി ക്യാൻ നോട്ട്
ഒരു ദൈവത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവത്തിനെ കുറ്റപ്പെടുത്താൻ ഒരു വകുപ്പില്ലാത്തവണ്ണം ദൈവത്തിന്റെ ജസ്റ്റിസ്, അവൻ ദൈവത്തിന്റെ ആ ലോയിൽ ദൈവം ഇതായിരിക്കും, സെക്യൂർ ആയിരിക്കും. ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെ ആയിരിക്കും, അത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ ഞാൻ ചുമ്മാ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ മോശ അതുകൊണ്ടാണോ പോയത്? ഈ ജോസഫ് പ്രകടമായി അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും, അതേ ജോസഫ് ഒരു കുഴപ്പവും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും, ജോസഫ് അവരെ പ്രവോക്ക് ചെയ്ത്, നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. ചെന്നായിയുടെ ഒരു അവസ്ഥയിലുള്ള ഈ സഹോദരന്മാര് ജോസഫിനോട് ഒട്ടും സമാധാനമായിരിക്കാൻ പറ്റാത്ത സഹോദരന്മാരെ പിന്നെയും പ്രവോക്ക് ചെയ്യിപ്പിച്ച് ആ കൂടുതൽ എന്നാ പിന്നെ അവന് മിണ്ടാതിരുന്നാ പോരെ. പക്ഷെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ദർ ആർ മെനി തിങ്സ്. അതായത് ഞാൻ പറയണ ഇത്രേ ഉള്ളൂ, ബൈബിളിനെ വളരെ ഡീപ്പായിട്ടോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പുതിയ പുതിയ ചോദ്യങ്ങളിലോട്ട് വന്നുപെടും. അല്ലേ? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാപ്തമാക്കുന്ന, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് വെളിപ്പെടുത്തി തരികയും ആ കേട്ട വചനങ്ങൾ, വെളിപ്പെട്ട വചനങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ആക്കുകയും ചെയ്യുക. അതാണ് നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ. ഇന്ന് നമ്മൾ വീണ്ടും ഒരു സെക്ഷൻ കൂടെ നമ്മൾ പോയ ഒരു വാക്യം വീണ്ടും തന്നെ എടുക്കേണ്ടതുണ്ട്. അത് മത്തായി സുവിശേഷം 6:13 തന്നെയാണ്. 6:13 അതിങ്ങനെ വായിക്കുന്നു: ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. അപ്പൊ കഴിഞ്ഞ ആഴ്ചക്കാലം ഞാൻ പറഞ്ഞായിരുന്നു, പരീക്ഷ ഓൾറെഡി 2 ആഴ്ച മുമ്പ്, കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അപ്പൊ ഈ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറയുമ്പോൾ തന്നെ ദുഷ്ടന്റെ പിടിയിൽ ഓൾറെഡി പെട്ടുകിടക്കുന്ന ആള് വിട്ടുവരുന്ന, അല്ലെങ്കിൽ അവിടുന്ന് വിടുവിക്കപ്പെടുന്ന ഒരു സംഭവം ആണ് നമ്മൾ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ എൻ്റെ അനുഭവത്തിൽ കൂടെയും പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ചതിൽ കൂടെയും ഞാൻ പല കാര്യങ്ങളെയും പല വ്യക്തി ജീവിതങ്ങളെയും ഒബ്സർവ് ചെയ്തതിൽ കൂടിയും എന്നെ വളരെയധികം വിഷമിപ്പിക്കുകയും വളരെയധികം ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്, അനേക വിശ്വാസികൾ, അനേക ദൈവമക്കൾ ഈ ദുഷ്ടന്റെ പിടിയിൽ പെട്ട്, ദൈവം എന്തിനാണ് അവരെ വിളിച്ചത്, എന്തായിരുന്നു ദൈവത്തിന്റെ പദ്ധതി, ആ ലെവലിലോട്ട് ഒന്നും ആയിത്തീരുവാൻ പറ്റാതെ അവരുടെ മനുഷ്യായുസ് മുഴുവൻ സാധാരണ ഒരു വ്യക്തി എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിച്ച് തീർന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്. അല്ലെങ്കിൽ അനേകരും കുടുംബത്ത് പ്രശ്നം, അവരുടെ ജീവിതത്തിൽ പ്രശ്നം, പല വിധമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് പല അവരോട് നമ്മൾ, അല്ലെങ്കിൽ അവരെ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യുമോ, അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിക്കുക, പല പ്രശ്നങ്ങളാണ്. പക്ഷെ ദൈവം അങ്ങ് അതിനല്ല വിളിച്ചത്. ഓഫ് കോഴ്സ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കാലം പഠിച്ച ചില ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. ബ്രാക്കറ്റ് പീരീഡ് ആണെങ്കിൽ തന്നെ യോസഫിന്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച കാലം കേട്ടതാണ്, ഹി വാസ് എ സക്സസ്ഫുൾ മാൻ. ദൈവം യോസഫിനോട് കൂടെ ഉള്ളത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ഹി വാസ് എ സക്സസ്ഫുൾ പേഴ്സൺ ബിക്കോസ് ഗോഡ് വാസ് വിത്ത് ഹിം. അപ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ച കാലമൊക്കെ പഠിച്ച ആ സിസ്റ്റം അനുസരിച്ച് അവന്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവം കൂടെ ഉണ്ടായിരുന്നു. അവൻ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു 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 സ്ലേവറിയിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധാത്മാവ് അവനെ വിളിക്കുന്നത് ഹി വാസ് എ സക്സസ്ഫുൾ പേഴ്സൺ എന്നാണ്. ബിക്കോസ് ഹി വാസ് ഇൻ ദ സ്കൂളിംഗ് പീരീഡ്. ഒരു സ്കൂളിംഗ് പീരീഡിലാണ് പഠിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ തടവിലായതുകൊണ്ട്, പഠിക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട്, ഹല്ലേലൂയ,
പരിശുദ്ധാത്മാവ് ഡിനോട്ട് ചെയ്യുന്ന പദം ഇങ്ങനെയാണ്: ഹി വാസ് എ സക്സസ്ഫുൾ മാൻ വൈൽ ഹി വാസ് ഇൻ സ്ലേവറി ബിക്കോസ് ഹി വാസ് ഇൻ സ്കൂളിംഗ് പീരീഡ് ആഫ്റ്റർ ദാറ്റ്. ബിക്കോസ് അവൻ അതിൽ കൂടെ കടന്നു പോയാലേ യെസ് ആമേൻ ഹല്ലേലൂയ ആ മിസ്രൈമിന്റെ ആ പ്രധാനമന്ത്രിയായിട്ടല്ലേ വലിയ ടാസ്ക് അവനെ കൊണ്ട് അക്കംപ്ലിഷ് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. യെസ്, ദൈവത്തിന്റെ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അപ്പോ അങ്ങനെ പോകുന്ന തടവിന്റെ അവസ്ഥയിലായിരുന്ന വ്യക്തി ജീവിതങ്ങൾ ദൈവത്തിന്റെ സിസ്റ്റത്തിലുള്ള വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ബിക്കോസ് യു ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ യുവർ ലൈഫ്. യു മേ ഫേസ് ലോട്ട് ഓഫ് പ്രോബ്ലം. ആ പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവം കൂടെ ഇരിക്കുന്ന അവസ്ഥ നമുക്ക് ശരിക്കും ആ വ്യക്തിക്ക് അനുഭവിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയുള്ളൊരു അവസ്ഥയിലല്ല ഇപ്പോൾ ഇന്നത്തെ പോയിന്റ്, ഇന്നത്തെ ഇതെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഹല്ലേലൂയ, പല വ്യക്തി ജീവിതങ്ങളും ഈ ദുഷ്ടന്റെ തടവിലായി അവരുടെ ആയുസ്, ഹല്ലേലൂയ, ദുഷ്ട പിശാച് മോഷ്ടിച്ചും അറത്തും മുടിച്ചും കൊണ്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഹല്ലേലൂയ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ ആ ഉദ്ദേശം അവരുടെ ജീവിതത്തിൽ സംഭവിക്കാതെ ഈ ദുഷ്ടപിശാചിന്റെ തന്ത്രങ്ങളിൽ പെട്ടിരിക്കുന്ന അനേക വിശ്വാസി കുടുംബങ്ങൾ, അനേക സഭകൾ, അനേക കൂട്ടങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു വിടുതൽ, ഹല്ലേലൂയ, ഇങ്ങനൊരു അവസ്ഥയ്ക്ക് ഒരു പെർമനന്റ് പരിഹാരം, ഹല്ലേലൂയ, അതാണ് ഇന്ന് ഹല്ലേലൂയ ദൈവം അടിയനെ കൽപ്പിച്ചാക്കി വെച്ചിരിക്കുന്നത്. പ്രിയ ദൈവമക്കൾ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതവുമേ ഹല്ലേലൂയ യഥാർത്ഥമായി there is solution hallelujah. there is ഒരു പെക്യുലർ ആയിട്ടുള്ള, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് വിടുതലിന്റെ പ്രൊസീജിയർ സിസ്റ്റം ബൈബിളിലുണ്ട്. പലപ്പോഴും ദുഷ്ടപിശാച് അത് മനസ്സിലാക്കിപ്പിക്കാതെ നമ്മുടെ കണ്ണടച്ച് നമ്മളെ വെറും ഒരു ഹല്ലേലൂയ അതെ നമ്മളെ ഒന്ന് ചതിച്ച്, നമ്മളെ മോഷ്ടിച്ച്, ഞങ്ങളെ നശിപ്പിച്ച് ഒടുക്കാൻ അവന്റെ പദ്ധതി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് ഇന്ന് ഹല്ലേലൂയ നമ്മളെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ പരിപൂർണമായി വിടുവിച്ച് പുറത്തു ചടിക്കുവാൻ ആ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ദൈവം ഒരാവശ്യവുമില്ലാതെ, ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു ഉദ്ദേശമില്ലാതെ ഒരു മനുഷ്യനെയും വിളിക്കത്തില്ല. ഹല്ലേലൂയ. ജസ്റ്റ് ഒരു മനുഷ്യൻ ഒരു വിശ്വാസ ജീവിതത്തിൽ വന്നു, അവൻ ചെയ്യുന്ന ജോലി ആസിറ്റീസ് ചെയ്തു, അവൻ ഒരു മനുഷ്യനെയും വിശ്വാസത്തിലോട്ട് കൊണ്ടുവരുന്നില്ല, അവന്റെ കുടുംബത്തെ പോലും കൊണ്ടുവരാൻ ഒരു പക്ഷേ പറ്റിയില്ല. എന്നിട്ട് അവൻ ജസ്റ്റ് അവൻ മൺമറഞ്ഞു പോകുന്ന ഒരു സിസ്റ്റം അല്ല ഞാൻ മനസ്സിലാക്കി ഈ വചനം. ഹല്ലേലൂയ. ഓരോ വ്യക്തിയും ഹല്ലേലൂയ ആമേൻ ഞാൻ നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് സർദീസിലെ സഭയുടെ ദൂതൊക്കെ അങ്ങനൊക്കെ പറയണമെങ്കിൽ ദൈവം ഓരോ മനുഷ്യനെ കുറിച്ചും ഓരോ അസൈൻമെന്റ്, ഓരോ കാര്യങ്ങള് കൽപ്പിച്ചാക്കി ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ആ ലെവലിലോട്ട് എത്താത്തതിന്റെ കാരണം മിക്കവാറും ദുഷ്ടപിശാചിന്റെ ഓരോ ടാറ്റിക്സിൽ നമ്മൾ കുടുക്കപ്പെട്ട് ചതിക്കപ്പെട്ട് നമ്മളൊരു പ്രത്യേകമായി അടയ്ക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ഹല്ലേലൂയ. അതിന് കാരണം എന്താന്ന് വെച്ചാല്, കാരണം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒരു കുഞ്ഞ്, ഒരു പൈതൽ, ഹല്ലേലൂയ, എൻ്റെ തന്നെ കാര്യം, ഞാൻ ഈ ഭൂമിയിലോട്ട് ജനിച്ചു, ഒന്ന് കൂട്ടിക്കോ, ജനിച്ചു. എന്നെ ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ കണ്ടത് ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. അപ്പോ ഞാൻ ഈ ഭൂമിയിലോട്ട് വന്ന സമയത്ത് ഞാൻ ഒരു വിശ്വാസ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവത്തിൻ്റെതായ സിസ്റ്റങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് അനുഭവിപ്പാൻ ഒരു ചാൻസ് കിട്ടി. പക്ഷേ ഞാനൊരു പൊതുവെ ഒരു ദൈവിക സിസ്റ്റം പറയുകയാണെങ്കിൽ ഈ സാത്താന്യ സിസ്റ്റവും ദൈവിക സിസ്റ്റവും തമ്മിൽ പെട്ടെന്ന് മനസ്സിലാകാൻ പാകത്തിന് അത് നമ്മുടെയൊക്കെ
കാഴ്ചപ്പാടിന്റെ ആ ഒരു അവസ്ഥ കുറച്ചുകൂടെ കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പെട്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ പൈതല് ഉണ്ടായി അവൻ മുന്നോട്ട് പോകുന്ന സമയത്ത് അവന് കോളിംഗ് മാത്രമേ ഉള്ളൂ. അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവൻ ദൈവത്തിന്റെ പൈതലായിട്ടില്ല. ബട്ട് ഹി ഹാസ് കോളിംഗ്. അപ്പോ പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ അടുത്ത പദ്ധതി എന്താണ്? ഈ പൈതൽ ദൈവത്തിന്റെ സന്നിധിയിലോട്ട്, അല്ലെങ്കിൽ ദൈവം യേശു അവനെ വിടുവിക്കുന്ന, രക്ഷിക്കുന്ന ദൈവം എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ശ്രമിക്കുകയും ഇവനെ പഠിപ്പിക്കാൻ ഉള്ള പരിശുദ്ധാത്മാവ് അതിന്റെ സാഹചര്യം ഒരുക്കിക്കൊണ്ടേയിരിക്കും. സാത്താനും മിക്കവാറും ഇവൻ കോൾഡ് ആണെന്ന് സാത്താനും മിക്കവാറും മനസ്സിലാവും. ശ്രദ്ധിക്കണേ. അതായത് ഒരു വ്യക്തി മനസ്സ് ഉണ്ടാക്കുന്നു, ഒരു വ്യക്തി ഭൂമിയിൽ ഉണ്ടാവുന്നു, അവൻ മുന്നോട്ട് അല്ലെങ്കിൽ വളർന്നു വരുന്നു. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഇവൻ ദൈവത്തെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. അത് വെറുതെ ഒന്നും സംഭവിക്കത്തില്ല. അതിന് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ പ്രവർത്തിച്ച് ഇവനെ മനസ്സിലാക്കിപ്പിച്ച് ഇവൻ തന്നെ അതെ, ഈ ഇതാണ് സത്യദൈവം, ഈ ദൈവത്തിനെ രക്ഷിക്കാൻ പറ്റും, അതുകൊണ്ട് എൻ്റെ ദൈവമേ, ആമേൻ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, അങ്ങേ ഞാൻ എൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു നിമിഷം വേണം. പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, അതേസമയം പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. ഈ രക്ഷിക്കപ്പെട്ട അവസ്ഥയിലും ഇതൊരു ജസ്റ്റ് ഒരു പൈതലാ. ഈ വ്യക്തിക്ക് അത് എത്ര വയസ്സിൽ രക്ഷിക്കപ്പെട്ടാലും ഈ വ്യക്തിക്ക് ഈ സാത്താന്റെ തന്ത്രങ്ങളോ സിസ്റ്റങ്ങളോ ഒന്നും അറിയത്തില്ല. ദൈവം അവനെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളത്, പ്രൊട്ടക്ട് എന്ന് വെച്ചാൽ ഒരു ഓഫ് കോഴ്സ് ദർ ഇസ് എ സർട്ടൻ ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം ദൈവത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇവൻ ഫുൾ ടൈം ഇവന്റെ സ്പിരിറ്റ്, ഇവന്റെ ആ റൂഹ യേശുവിന്റെ ഉള്ളിലാക്കുക, ആയിരിക്കുക എന്നുള്ളതാണ്. ശരിക്കും അതാണ് സിസ്റ്റം. പക്ഷെ ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്നവരെ എനിക്കിത് അജ്ഞാതമായത്. അതുകൊണ്ട് എൻ്റെ കാര്യം തന്നെ പറയാം. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ ദൈവത്തെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം ജീവിക്കുന്ന, രക്ഷിക്കുന്ന ദൈവമെന്ന് പഠിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ ദൈവത്തെ വിളിക്കുന്നു. പക്ഷേ ഈ സ്പിരിറ്റിനെ നമ്മൾ ദൈവത്തിന്റെ സന്നിധി പൂർണ്ണമായി കൊടുത്തില്ല, ബോധത്തോടെ കൊടുത്തില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നമ്മൾ എങ്ങനെ തിരിഞ്ഞു നോക്കിയാലും, പ്രത്യേകിച്ച് സാത്താന് ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയെങ്കിലും ഫെയിലാക്കാൻ, ക്യാൻസൽ ചെയ്യുവാൻ, എൻ്റെ രക്ഷയെ നഷ്ടപ്പെടുത്താൻ സാത്താന്റെ മാക്സിമം പണി പോകും. എല്ലാ കാര്യത്തിലും നടക്കുന്ന സംഭവമാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവന്റെ സ്പിരിറ്റിനെ സാത്താൻ പല രീതിയിലും അക്സസ് ചെയ്ത് ഇവനെ കൊണ്ട് പല പാപവും ചെയ്യിച്ച്, പല പാപങ്ങളും പല ശാപകാരണങ്ങളായി തീർന്ന് ഇവൻ പല ബന്ധനത്തിനും അകപ്പെട്ട് ദൈവത്തിൽ നിന്ന് മാക്സിമം അകറ്റുവാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കാൻ തന്നെ പരിശുദ്ധാത്മാവ് വെറുതെ വിടുമോ? വെറുതെ വിടില്ല. പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയോടും ഇടപെടും, ശക്തമായി ഇടപെടും. വചനത്തിൽ കൂടെ, എന്തെങ്കിലും സാഹചര്യത്തിൽ കൂടെ ഇടപെടും. അപ്പോൾ വീണ്ടും അവൻ ഏറ്റുപറയും, വീണ്ടും പരിശുദ്ധാത്മാവിന്റെ സിസ്റ്റത്തിലാവും. പിന്നെയും കാരണം ഇവൻ ഈ സ്പിരിറ്റിനെ ശരിക്കും പർപ്പസ്ഫുള്ളി ദൈവത്തിന്റെ സന്നിധി കൊടുത്തില്ലെങ്കിൽ ഇവൻ ഉടനെ പിൻമാറിപ്പോവും. എൻ്റെ അനുഭവം ഞാൻ പറയണം. പ്രത്യേകിച്ച് സാത്താൻ ഇങ്ങനെ പലപ്പോഴും ഈ പാവം ചെയ്യുന്ന കൂട്ടത്തില് സാത്താൻ പല നിക്ഷേപങ്ങളും, ഹൃദയത്തിലെ ദുർനിക്ഷേപങ്ങളും ഇടും. ഈ ദുർനിക്ഷേപങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞ പാപമൊന്നും ഇല്ലാത്ത, ദുർനിക്ഷേപം പാപമല്ല, പക്ഷേ പാപ കാരണമാണ്, പാപഹേതുവാണ്. സാത്താൻ ആ ദുർനിക്ഷേപം പോയിന്റ് ചെയ്യുക. കാരണം അത് സാത്താന്റെയാ, അത് ദൈവത്തിന്റെ അല്ല, സാത്താന്റെയാ, നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉള്ളതാണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോഴും ആ ഒരു പർട്ടിക്കുലർ ഒരു സ്വഭാവത്തോടോ അല്ലെങ്കിൽ കാര്യത്തോടോ ഒരു വീക്ക്നെസ് ഉണ്ടാവും, ഒരു അഡിക്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് ഈ സാത്താൻ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള അവന്റെ ആ വീക്ക്നെസ്സിനെ പിടിച്ച് അവരെ കൊണ്ട് പാവം ചെയ്യിക്കാൻ പിന്നെയും ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, അവന്റെ ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഇവനെ കൊണ്ട് തന്നെ പല പാവം ചെയ്യിപ്പിച്ച്
അല്ലെങ്കിൽ ഇവന്റെ മേൽ, അല്ലെങ്കിൽ ഇവന്റെ പിതാക്കന്മാരാൽ ഇതുപോലത്തെ പല പാപങ്ങളോ ശാപങ്ങളോ വന്ന അതും വെച്ച് ഇവൻ ഇങ്ങനെ പലപ്പോഴും സാത്താൻ ഒരാളെ തന്നെ ഒത്തിരി കെട്ടുകൾ കെട്ടി അവനെ മാക്സിമമായിട്ട് ബന്ധിച്ച് ഒരു പരുവമാക്കിയിട്ടൊക്കെയാണ് സാധാരണഗതിയിൽ പോണത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആഴത്തിലിറങ്ങി വന്നിട്ട് ഓരോ കെട്ടും, അല്ലെങ്കിൽ ഓരോ അവന്റെ ശരിക്കും പ്രശ്നം എന്താ, അവന്റെ സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കുകയും അതിനൊക്കെ ഉപരിയായിട്ട് ഈ ആത്മാവിനെ ദൈവത്തിന്റെ സന്നിധി കൊടുക്കുകയും ആത്മാവിനാൽ അവൻ നടത്തപ്പെടുവാൻ അവൻ തുടങ്ങുകയും അവന്റെ ഹൃദയത്തിലെ ദുർനിക്ഷേപങ്ങളൊക്കെ പുറത്താകുകയും അവൻ യഥാർത്ഥമായി ആത്മാവിൽ വസിച്ച് വരുമ്പോൾ അവനിൽ പയ്യെ ആ ആത്മാവിന്റെ ബലങ്ങൾ വരികയും ആത്മാവിനാൽ നിയന്ത്രിതമായിരിക്കുന്ന അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞ ഒരു ശിഷ്യന്റെ അവസ്ഥയായിട്ട് ദൈവം പരിശുദ്ധാത്മാവ് കൺസിഡർ ചെയ്യുള്ളൂ. അല്ലാതെ ഇങ്ങനെ വിസിറ്റേഷനിലുള്ളവരൊന്നും ശിഷ്യനായിട്ടൊന്നും കൺസിഡർ ചെയ്യില്ല. അതായത് ആത്മാവിൽ വന്നു കുറച്ച് ദിവസം ആത്മാവിലായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് അവൻ പിന്നെ അവൻ ഈ പിന്മാറ്റത്തിൽ പോകുന്നു, അല്ലെങ്കിൽ പിന്നെയും തെറ്റ് ചെയ്യുന്നു, അതിനുശേഷം പിന്നെയും പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിനോ അവൻ അങ്ങനെ ശിഷ്യൻ ലെവലൊന്നും അല്ല, ആത്മാവ് വന്നും പോയിരിക്കുന്നൊക്കെ അവസ്ഥയാണ്. പക്ഷെ യഥാർത്ഥമായ ശിഷ്യന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു അതായത് അവൻ ബലം കായ്ക്കുന്നതിനാൽ അവൻ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെയുള്ളവരെ ശിഷ്യന്മാരെന്ന് പിതാവ് അഭിസംബോധന ചെയ്യുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ബലം കായ്ക്കുക എന്നുള്ള സംഭവം തന്നെ ആത്മാവിനാൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം. ഞാൻ ഇതിനു മുമ്പേ പ്രാവശ്യം എടുത്ത ഒരു ചെടി മണ്ണിൽ നിന്ന് ഇടയ്ക്ക് പറിക്കുകയും പിന്നെയും കുഴിച്ചു വെക്കുകയും ഇടയ്ക്ക് പറിക്കുകയും കുഴിച്ചു വെക്കുകയും ചെയ്യുന്ന ചെടി ജന്മത്ത് ബലം കായ്ക്കില്ല. ഈ ചെടി ബലം കായ്ക്കണമെങ്കിൽ ഈ മണ്ണിന്റെ അവസ്ഥയിലായിരിക്കണം, നല്ല വളം നല്ല സിസ്റ്റത്തിൽ ആ ഒരു ബലം കായ്ക്കുന്ന അവസ്ഥയിലായിരിക്കണം. അതിന് ആത്മാവിൽ തന്നെ വസിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഇങ്ങനെ യഥാർത്ഥമായ ആത്മാവിന്റെ അവസ്ഥയിലൊക്കെ ആയി വരേണ്ടതാണ്. അപ്പൊ ശരിക്കും പ്രാക്ടിക്കലി എന്താ പറ്റണേ, ഈ ദുഷ്ടപിശാച് പല കാര്യങ്ങളും മനസ്സിലാക്കിപ്പിക്കാതെ മിക്കവാറും ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ വന്നും പോയി ആത്മാവ് വന്നും പോയി പാപം ചെയ്ത് വന്നും പോയി, അതൊന്നും ക്രിസ്ത്യൻ ജീവിതം അല്ല. ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് വേ. ഷുവർ ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് വേ. ഹല്ലേലൂയ. കാരണം ഇവന്റെ ഉള്ളിൽ പല ഈവിൾ ഡെപ്പോസിഷനും ഉണ്ടാവും. ആ പല ഈവിൾ ഡെപ്പോസിഷൻ പല പാപങ്ങളെയും ചെയ്യിപ്പിക്കും. അതായത് സാധാരണ ലോകക്കാര് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അങ്ങനെ തന്നെ ഇവൻ ബിഹേവ് ചെയ്യും. ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ, അവന്റെ കോളിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, അവൻ യേശുവിനെ യഥാർത്ഥമായ രക്ഷിതാവാന്ന് അവൻ സ്വീകരിച്ചതുമാണ്, പരിശുദ്ധാത്മാവ് ഇടയ്ക്ക് വരുന്നതുമാണ്, ഒരു പക്ഷെ അവൻ ശുശ്രൂഷ വരെ ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കാര്യമാണ് പറയണത്, എൻ്റെ അനുഭവമാ പറയുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, unless and until we purposefully allow Holy Spirit to control us, control me, hallelujah, there will not be any particular change will happen in our life. അതായത് നമുക്കൊരു ഒരു വ്യത്യാസവുമില്ല, മറ്റുള്ള മനുഷ്യന് ഒരു വ്യത്യാസവുമില്ല, പ്രത്യേകിച്ച് ഹല്ലേലൂയ ദുർനിക്ഷേപം ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ഒരു വ്യത്യാസവുമില്ല. നമ്മൾ ആ തനി സ്വഭാവം കാണിച്ചിരിക്കും. പക്ഷേ ഏത് മൊമെന്റിലാ ഇത് മനസ്സിലാക്കണത് എന്ന് വെച്ചാൽ അവിടെ മുതലേ ചേഞ്ച് വരും. ഹല്ലേലൂയ. ദൈവത്തെ ആത്മാവിനെ നമ്മളെ കൺട്രോൾ ഏൽപ്പിച്ച് ആ ദുഷ്ടപിശാചിന്റെ ഈവിളുടെ പൊസിഷനെ പുറത്താക്കി ദൈവം ഒരു പ്രത്യേകമായ രീതിയിലോട്ട് മുന്നോട്ട് നയിക്കുന്ന സമയം മുതൽ നമ്മൾ ചേഞ്ച് ആയി തുടങ്ങും. അപ്പൊ അങ്ങനെ ആ ചേഞ്ച് ആയ അവസ്ഥയിൽ ആണെങ്കിൽ മാത്രമേ, അതിൻ്റെ ഇടയ്ക്ക് ഈ ദുഷ്ടപിശാച് ഒത്തിരി കെട്ടുകെട്ടിയിട്ടുണ്ടാവും. ഈ കെട്ടുകളൊക്കെ പൊട്ടിക്കണം, ഒക്കെ അഴിക്കണം. അതിന് പല ലീഗൽ ക്ലോസ് ഉണ്ടാവും. ഈ വചനത്തിലൊക്കെ ഒത്തിരി ലീഗൽ ക്ലോസ് ഉണ്ട്. ചിലതൊന്നും ഒറ്റയടിക്ക്, അല്ലെങ്കിൽ നമ്മൾ പാപം ഏറ്റു പറയുമ്പോൾ തന്നെ ഒന്നും മാറുന്നില്ല. പ്രത്യേകിച്ച് ശാപകാരണമായ ചില വാക്കുകൾ പറഞ്ഞ സാധനങ്ങളൊക്കെ, അതാത് പറഞ്ഞ ഓരോ സാധനവും നമ്മൾ പരിശുദ്ധാത്മാവ് ആ ഓരോ ടൈപ്പ് പാപത്തിനും, അല്ലെങ്കിൽ ഓരോ ടൈപ്പ് വീക്ക്നെസ്സും ഓരോ ടൈപ്പ് ഈവിളുടെ പൊസിഷനൊക്കെയാണ്. അതിന് ഓരോന്നിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അത് സിമ്പിളായിട്ട്, അത് നമുക്ക് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വെരി സിമ്പിളായിട്ട് പറയാം. നെഹമ്യാവ് മതിൽ പണിതില്ലേ? നെഹമ്യാവ് മതിൽ പണിതപ്പോൾ ആദ്യം തന്നെ നെഹമ്യാവ് മതിലൊക്കെ എവിടെയാണ് ഇടിഞ്ഞു കിടക്കേണ്ടതെന്നാണ് നോക്കിയത്. ഇടിഞ്ഞു കിടക്കുന്ന സാധനം ഒറ്റയടിക്ക് മതിലങ്ങ് വരട്ടെ എന്ന് പറഞ്ഞാൽ മതിൽ പണിയോ? വരില്ല. ഓരോ കല്ലും പറക്കി പണിയണം. പ്രിയ ദൈവമക്കളെ, ഓരോ വീക്ക്നെസ്സും മാറ്റി വിടണം. ഓരോ ബലഹീനതയും ഓരോ ബന്ധനവും അഴിച്ചു വിടണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായ താല്പര്യത്തോടെ ഇരിക്കാൻ തയ്യാറാണോ? ദൈവം ഓരോന്ന് അഴിച്ചു മാറും. അല്ലാതെ ഒറ്റയടിക്ക് എല്ലാം പോട്ടെ എന്ന് പറഞ്ഞാൽ
ഞാൻ പഠിച്ചനുസരിച്ച് പോകത്തില്ല. കാരണം വചനത്തിന്റെ ബൈബിളിലെ സിസ്റ്റം അങ്ങനെയാ. അതിലൊക്കെ ഓരോ കല്ലും പറക്കി പറക്കി ഫില്ലാക്കി ക്ലീൻ ആക്കി പോണം. യാഗപീഠം ഓരോന്ന് പറക്കി പറക്കി വെക്കണം. അല്ലാതെ ടക്കേ യാഗപീഠം വരട്ടെ, കല്ലൊക്കെ ഒറ്റ വീശുമ്പോഴത്തേക്കും കല്ല് യാഗപീഠമായിട്ട് വരുമോ? വരില്ല. അതൊക്കെ കറക്റ്റായിട്ട് പണിയണം. കറക്റ്റായിട്ട് പണിയാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നമ്മുടെ ഇപ്പോഴത്തെ ഈ ടൈം, ഈ കറണ്ട് അവസ്ഥയിൽ, ഈ പുതിയ നിയമ അവസ്ഥയിൽ എന്താണ്? നമ്മുടെ ഓരോ വീക്ക്നെസ്സിനെയും അഡ്രസ്സ് ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അതിന്റെ പുറകിൽ എന്തെങ്കിലും ബന്ധനമോ ദുർനിക്ഷേപമോ ഉണ്ടെങ്കിൽ അതിനെ പുറത്താക്കി അങ്ങനെ ശരിയായി വരണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒക്കെ ചെയ്തു വരേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈ കാര്യം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. പരിശുദ്ധാത്മാവ് പ്രത്യേകമായ രീതിയിൽ എന്നെ അങ്ങനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ ദുഷ്ടന്റെ നിന്ന് വിടുവിക്കുന്ന സിസ്റ്റങ്ങളാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ 3 വേദഭാഗങ്ങൾ ഈ കാര്യവുമായി ബന്ധപ്പെടുത്തി ഒന്ന് വായിക്കാൻ ദൈവം എന്നെ അസൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായമാണ്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ഞാൻ വായിക്കുകയും അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശ്വേരോശിന്റെ മകനുമായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകന് ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീറിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. പ്രിയ ദൈവമക്കളെ, ഈ പ്രവാസത്തിൽ പോയ ഇസ്രായേൽ മക്കളെ പ്രവാസത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്ന് ദാനിയേൽ ഗ്രഹിച്ചു. അതിന്റെ 70 സംവത്സരവും ആയി, അല്ലെങ്കിൽ അതിന്റെ ആ ടൈം ആയിന്ന് ദാനിയേൽ ഗ്രഹിച്ചിട്ട് ദാനിയേൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇനി ഒരു വചന സത്യം പറയാം. ഈ ദൈവം ഓൾറെഡി പറഞ്ഞ സാധനമല്ലേ, പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? വചനപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം പറഞ്ഞതാണെങ്കിലും ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്തതാണെങ്കിലും അത് അവെയിൽ ചെയ്യണമെങ്കിൽ പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിലും അതെ. പ്രോമിസ് ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ വരൂല, പ്രാർത്ഥിച്ചെടുത്തോണം. യെസ്, ഹല്ലേലൂയ. യെസ്, പല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ, പല വാഗ്ദത്തമുണ്ട്, പ്രാർത്ഥിച്ചു മേടിച്ചോണം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഹല്ലേലൂയ. ഇതുപോലെ പല സാധനങ്ങൾ നമ്മൾ പതിനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞൊരു പോയിന്റ്, ഹല്ലേലൂയ, ഈ ദാനിയേല് ഈ പറഞ്ഞ കാര്യം ഇംപ്ലിമെന്റ് ആവണം. അതാണ് ദാനിയേലിന്റെ ഉദ്ദേശം. അതായത് ജനങ്ങളെ പ്രവാസത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം. അതിന് ദാനിയേൽ ചെയ്തത് എന്താണ്? അപ്പോൾ ഞാൻ ഉപവസിച്ചു വെണ്ണീറിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. പ്രിയ മക്കളെ, ഈ ഫ്രാങ്ക്ലി ഒരു കേസ് പറയാം. ഈ ഇസ്രായേൽ മക്കളുടെ പാപങ്ങളോ അവസ്ഥകളൊക്കെ വെച്ച് വി ആർ മച്ച് ബെറ്റർ. നമ്മള് ഇവരൊക്കെ ഇത്രയൊന്നും പ്രശ്നമൊന്നും ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ അറിവിലോ ഇപ്പം സാധാരണഗതിയിൽ ഉള്ള അവസ്ഥകൾ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര വലിയ പാപത്തിന്റെ അൾട്ടിമേറ്റ് സാധനമായിട്ടാണ് ദൈവം ഈ പ്രവാസത്തിലൊക്കെ ഉള്ളത്. അത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അതായത് അതുകൊണ്ട് ഞാൻ പറയാൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ബന്ധനമോ എത്ര വലിയ തകർച്ചയുടെ അനുഭവമോ ഏത് അവസ്ഥയാണെങ്കിലും ഈ പ്രൊസീജിയർ ഫോളോ ചെയ്ത് നമ്മൾ ഊരിപ്പോരും, നമ്മൾ രക്ഷപ്പെടും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ സിസ്റ്റമാണ്. പക്ഷെ ഇതൊന്ന് ഫോളോ ചെയ്യണം. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന ഏത് വ്യക്തി ജീവിതം, പിന്നീട് യൂട്യൂബിൽ കേൾക്കുന്ന ഏത് വ്യക്തി ജീവിതങ്ങളും ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ വളരെ അധികം തകർച്ചയുടെ അവസ്ഥയില്, ജീവിതം മടുത്ത അവസ്ഥയില്, പലവിധമായ പ്രശ്നങ്ങളാൽ നശിക്കപ്പെട്ട അവസ്ഥയില് ആണെങ്കിലും പ്രിയ ദൈവമക്കളെ, ഇത് ഫോളോ ചെയ്താ
യെസ് ആമേൻ, പരിപൂർണ വിജയത്തോടെ പുറത്തു വരുവാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവിടെ ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ദൈവത്തിലോട്ട് മുഖം തിരിക്കുന്ന അവസ്ഥയുണ്ട്, വളരെ ആത്മാർത്ഥമായ യാചനയുടെ ശബ്ദം. യെസ് ഹല്ലേലൂയ. അത് അപേക്ഷിക്കേണ്ടതുപോലെ അപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ. യെസ് ആമേൻ, ഹല്ലേലൂയ, നമുക്കിവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞത് എന്തെന്നാൽ, ഏറ്റുപറച്ചിലിന്റെ അവസ്ഥയുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ച് നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചില്ല. പ്രിയ ദൈവമക്കളെ, ഇത് ദാനിയേല് ഒരു എൻ്റയർ കൺട്രീനെ റെപ്രസെന്റ് ചെയ്ത് എൻ്റയർ കൺട്രിയുടെ പാപവും ദാനിയേൽ ഏറ്റെടുത്ത്, യെസ്, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ തെറ്റുകാരായി, ഞങ്ങൾ കേട്ടനുസരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആ എൻ്റയർ കൺട്രിക്ക് വേണ്ടി ദാനിയേൽ ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവരെ വിടുവിച്ച ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യെസ് ആമേൻ, എത്ര വലിയ പ്രശ്നം അത് നമ്മുടെ കുടുംബമായിക്കോട്ടെ, നമ്മുടെ സമൂഹമായിക്കോട്ടെ, സഭയായിക്കോട്ടെ, യെസ് ആമേൻ, ഹല്ലേലൂയ, നമ്മളെ ഏൽപ്പിച്ച ഏത് മണ്ഡലമായിക്കോട്ടെ, ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, യഥാർത്ഥമായി ഇതുപോലെ പ്രാർത്ഥിപ്പാൻ, വീണ് കിടക്കുന്ന മേഖലകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പാൻ തയ്യാറാണോ? ദൈവം അവിടെ വിടുവിച്ചിരിക്കും. ഹല്ലേലൂയ. ഒറ്റ കേസുള്ളൂ, ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. ഈ അധ്യായം 1 യെസ് ആമേൻ ഒരു മനസ്സിരുത്തി മൊത്തം വായിക്കണം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ വായിക്കുവാൻ യെസ് ആമേൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും കുറച്ച് 17-ാം വാക്യം തൊട്ട് ഞാൻ താഴോട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അടിയന്റെ പ്രാർത്ഥനയും, അതായത് ഈ ആകയാൽ എന്ന് പറയുന്നിടം വരെ എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ രീതിയിൽ വിട്ടുമാറിയിട്ടുണ്ടെന്നാണ് ദാനിയേൽ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ അവസ്ഥയും നമ്മുടെ ഒരു യഥാർത്ഥമായ ഒരു വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണോ? നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സമസ്ത കാര്യങ്ങളും ഓർമ്മ വെച്ച സമയം മുതൽ മുഴുവൻ കാര്യങ്ങളും, അതേപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാരാൽ സംഭവിച്ച കാര്യങ്ങൾ, നമ്മുടെ അറിവിലുള്ള സകല കാര്യങ്ങളും ദേശമേ ഞങ്ങളോട് ക്ഷമിക്കണമേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ പ്രവർത്തിക്കും, അവിടെ വിടുതൽ അയച്ചിരിക്കും. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അടിയന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ട് ശൂന്യമായിരിക്കുന്ന നിന്റെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിൻ നിമിത്തം തിരുമുഖം പ്രകാശിക്കുമാറാകണമേ. എന്റെ ദൈവമേ, ചെവി ചായിച്ച് കേൾക്കണമേ. കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങളുടെ നീതിപ്രവൃത്തികളിൽ അല്ല, നിന്റെ മഹാകരുണയിൽ അത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവി കൊണ്ട് പ്രവർത്തിക്കണമേ. എന്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. പ്രിയ ദൈവമക്കളെ, ദിസ് ഈസ് ദ സൊല്യൂഷൻ. നമ്മുടെ ജീവിതത്തിൽ എത്ര തകർക്കപ്പെട്ട അവസ്ഥയാണെങ്കിലും, എത്ര കോംപ്ലിക്കേറ്റ് അവസ്ഥയാണെങ്കിലും, ഇതേപോലെ ആത്മാർത്ഥമായ പാപങ്ങളെയും വീഴ്ചകളെയും ഒക്കെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പാൻ തയ്യാറാണോ? ദൈവം അവിടെ വിടുവിച്ചിരിക്കും. കാരണം ദുഷ്ടപിശാച് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയും ആ പാപ ഹേതുവായി അതിനെ ക്ലെയിം ചെയ്തിട്ടാണ് ദുഷ്ടപിശാച് നമ്മളെ ഓരോ കുടുക്കിലാക്കിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആത്മാർത്ഥമായ പാപങ്ങളെ വെടിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി അപ്രൈറ്റ് ആവാൻ താല്പര്യപ്പെട്ട് ഇറങ്ങുന്ന വ്യക്തി ജീവിതമാണോ? എത്ര വലിയ പ്രശ്നമാണെങ്കിലും, എത്ര വലിയ പാപമാണെങ്കിലും, എത്ര വലിയ ശാപമാണെങ്കിലും, ഹല്ലേലൂയ, യെസ് ആമേൻ, ദൈവം അവരെ വിടുവിച്ചിരിക്കും. ഹല്ലേലൂയ.
ഇതേ പ്രാർത്ഥന അല്ലെങ്കിൽ ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ ദാവീദ് കാണിച്ചിട്ടുണ്ട്. ദാവീദ് അത് 31 സങ്കീർത്തനത്തില്, ദാവീദ് പല സങ്കീർത്തനം, 31 സങ്കീർത്തനത്തില് നമുക്ക് ആ ഒരു കാര്യം കാണിക്കാൻ പറ്റും, കാണുവാൻ പറ്റും. 31 സങ്കീർത്തനവും മുഴുവൻ അതായത് താല്പര്യമുള്ളവർക്ക് വായിക്കുക. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നിന്റെ ചെവി എന്നിലേക്ക് ചായ്ച്ച് എന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണം. ഒരു ദൈവത്തോട് ഭയങ്കരമായി ദാവീദ് പ്രൊട്ടക്ഷന് വേണ്ടി ആഗ്രഹിക്കുന്നു. അതിങ്ങനെ വായിച്ച് 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 താഴെ വരുമ്പോൾ 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ അകൃത്യം നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. അതെ, നമ്മൾ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ദാവീദിന്റെ തെറ്റുകൾ ഏറ്റു പറയുന്നതായിട്ട് കാണാം. 51 സങ്കീർത്തനത്തിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഏറ്റു പറയുന്നത് കാണാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദുഷ്ടപിശാചിന് എന്തെങ്കിലും ഒരു വകുപ്പില്ലാതെ നമ്മളെ കെട്ടാൻ പറ്റില്ല. അത് നമ്മളിൽ തന്നെ ആവാം, അല്ലെങ്കിൽ വേറെ നമ്മുടെ പൂർവികന്മാര് വേണമെങ്കിലാകാം. പക്ഷേ സാത്താനികമായ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ കുടുക്കിലാവില്ല. കുടുക്കിലാകാൻ വ്യക്തമായി സാത്താൻ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലാക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് പാടുപെട്ട് നമ്മളെ വശീകരിച്ച് ഒരു പ്രത്യേകമായ രീതിയിൽ നമ്മുടെ ഈ സ്പിരിറ്റിനെ അക്സസ് ചെയ്ത് ഹൈജാക്ക് ചെയ്ത് പാപം ചെയ്യിച്ചിട്ട് നമ്മളെ കുടുക്കുന്നത്. അപ്പോ അങ്ങനെ കുടുക്കിയിട്ടാലും നമ്മുടെ യേശു ഇതിനൊക്കെ പ്രായശ്ചിത്തമായതാ. പക്ഷെ പ്രായശ്ചിത്തമായെന്ന് പറഞ്ഞ് അത് ഏറ്റു പറഞ്ഞ് അതാത് പോയിന്റിലോട്ട് ഇറങ്ങിച്ചെന്ന് സമയം നമ്മൾ വിടുതൽ പ്രാപിച്ചുകൊണ്ട് വരണം. ഹല്ലേലൂയ. അല്ലാതെ ഒറ്റയടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പണിയപ്പെടൂല. ഒറ്റയടിക്ക് അത് അങ്ങനെ ആവില്ല. അതിന്റെ ഒരു, അതായത് പുതിയതായിട്ടൊരു വിശ്വാസത്തിൽ ആദ്യമായിട്ട് വിശ്വാസത്തിൽ വരുന്ന ഒരാളാണെങ്കിൽ അതുവരെയുള്ള പാപങ്ങളും എല്ലാ സാധനവും ഓക്കെ. പ്രത്യേകിച്ച് വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഈ ദുഷ്ടപിശാച് നമ്മൾ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സാധനത്തിന് ഭയങ്കര പ്രശ്നമാണ്. അതിന് സാത്താൻ്റെ ലീഗൽ വശത്തിന് ഇച്ചിരി കൂടുതൽ, അതിന് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അത് ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റ് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അതിനെ വേണമെങ്കിൽ തെളിയിക്കണമെങ്കിൽ തെളിയിക്കാം, കുഴപ്പമില്ല. പക്ഷേ വിശ്വസിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ബിലീവ്. ഒരാൾ പുതിയതായിട്ട് അവൻ്റെ അറിവില്ലായ്മയുടെ സമയത്ത് പാപം ചെയ്ത സാധനമൊക്കെ അവൻ വിശ്വാസത്തിൽ വരുമ്പോൾ ഒരു പക്ഷേ ഒറ്റയടിക്ക് സംഭവം ചെയ്യും. പക്ഷെ വിശ്വാസത്തിന് വന്നതിന് ശേഷം അവനും ശരിക്കും പഠിക്കുന്നില്ലല്ലോ, ഇവൻ വെറും ശിശുവല്ലേ. പക്ഷെ സാത്താൻ അപ്പം മുതൽ മാക്സിമം ഇട്ട് അവനെ കൊണ്ട് ചുറ്റിക്കാൻ നോക്കും, മാക്സിമം അവനെ കൊണ്ട് പാപം ചെയ്യിക്കാൻ നോക്കും, മാക്സിമം അവൻ കുടുക്കിലാക്കാൻ നോക്കും. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലികമായ സഭയെ, അല്ലെങ്കിൽ അപ്പോസ്തോലികമായ ഉപദേശവും അപ്പോസ്തോലികമായ അന്നത്തെ 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ പഠിപ്പീര് കറക്റ്റ് ആയിരുന്നു. അതായത് ഒരു 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 കൊച്ച്, അല്ലെങ്കിൽ ഒരു ശിശു, ഒരു ക്രിസ്തീയ ഒരു സിസ്റ്റത്തിലെ ഒരു ശിശു, അവൻ യഥാർത്ഥമായി വളരേണ്ട ഒരു സിസ്റ്റം ശരിക്കും പറഞ്ഞ ബൈബിളിലുണ്ട്, അപ്പോസ്തലിക ഉപദേശത്തിലുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കണില്ല, സീരിയസ്ലി പഠിക്കണില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടണ വരെ പല കാര്യങ്ങളെ അജ്ഞാതമായിരുന്നു. അതുകൊണ്ടാണ് പറയണേ, അതായത് നമ്മൾ പഠിക്കുന്ന സിസ്റ്റം വേറെ, ആക്ച്വലി പരിശുദ്ധാത്മാവിൻ്റെ സിസ്റ്റം വേറെ. ഹല്ലേലൂയ. അതുകൊണ്ട് യഥാർത്ഥം ഈ കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ച കാര്യം പലതും ബേസിക്കാണ്. ബേസിക്കായിട്ട് ഒരു കൊച്ചിന് വേണ്ടതാ, ഒരു വിശ്വാസിക്ക് വേണ്ടതാ. അതായത് ഈ പരിശുദ്ധാത്മാവിനെ, അവൻ്റെ റൂഹേനെ യേശുവിൽ കൊടുക്കുക എന്നുള്ളത് ബേസിക്കായിട്ട് വേണ്ട കാര്യമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, പിന്നെ പാപം ചെയ്തു, പിന്നെ ഏറ്റു പറയുന്നു, പിന്നെയും പാപം ചെയ്തു. അതിനുള്ളിൽ ഈവിൾ ഡെപ്പോസിഷൻ ഉള്ള കാര്യമൊക്കെ ബേസിക്കലി പഠിക്കേണ്ട കാര്യമാണ്. അപ്പൊ അന്നത്തെ കാലത്ത്, ഹല്ലേലൂയ, 1-ാം നൂറ്റാണ്ടിലെ കാലത്ത് 3-3.5 വർഷം കഴിയുമ്പോൾ ഇവര് പക്കാ വിശ്വാസികൾ. അതാണ് എഫെസോസിലൊക്കെ സഭയിലെ ദൂത് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പല ലെറ്റേഴ്സ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം എന്നാ അറിയോ? നമ്മുടെ പഠിപ്പീര് അത്ര പോറാണ്. ഹല്ലേലൂയ. Yes, that's a fact actually. Hallelujah. Yes, hallelujah. പ്രിയ ദൈവമക്കളെ, whatever it is, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ അഡ്വേഴ്സ് ആയിട്ട്, പാപഹേതുവായിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായി സാത്താൻ പ്രവർത്തിച്ചാലും, ഈ പറയുന്ന സകലമാന പാപങ്ങൾക്ക്, സകലമാന കാര്യങ്ങൾക്കും വേണ്ടി അവൻ പേ ചെയ്തതാ ഒറ്റ കേസ്. അത് അവെയിൽ ചെയ്തെടുക്കുക, പ്രാർത്ഥനയിൽ അവെയിൽ ചെയ്തെടുക്കുക. ആ ദുഷ്ടപിശാച് എത്ര വലിയ കെട്ടുകെട്ടിയാലും, ഹല്ലേലൂയ, എത്ര വലിയ കെട്ടുകെട്ടിയാലും
ദാനിയേലിന് ഒരൊറ്റ ആൾക്ക് പ്രാർത്ഥിച്ച് ഒരു എൻ്റയർ കൺട്രീനെ റെപ്രസെന്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ജയിക്കാമെങ്കിൽ, നെഹമ്യാവിന് യെസാമേൻ ഒരു ഹല്ലേലൂയ എൻ്റയർ ടീമിന് വേണ്ടി ആ ഇടിഞ്ഞു കിടക്കുന്ന മതിൽ ഒറ്റ ആളുടെ പ്രാർത്ഥനയിൽ യെസാമേൻ പണിത് വരാമെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നമാവട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നമാവട്ടെ, സഭയുടെ പ്രശ്നമാവട്ടെ, നമ്മളെ ഏൽപ്പിച്ച എന്ത് ഉത്തരവാദിത്തമാവട്ടെ, ദൈവം നമ്മളെ പരിപൂർണമായി വിടുവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ.